ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ഡ്രൈ റോസ്റ്റാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാം കോഴി ഇറച്ചി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മസാല കൂട്ടാനായിട്ടൊരു പാത്രം എടുത്തു. അതിലേക്ക് 1/2 സ്പൂണ് മൈദ, 3/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് ഗരം മസാല. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം ചെറുനാരങ്ങ, ഒരു മുറി നാരങ്ങ നീരും പിഴിഞ്ഞ് നമ്മൾക്കിതൊന്ന് മിക്സ് ചേർക്കണം. അപ്പോൾ അതൊരു മിതമായ മസാലയാണ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് നല്ലതുപോലെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളതൊരു അരമണിക്കൂറൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അതാ ചിക്കനെല്ലാം നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് പൊരിച്ചെടുക്കാം. അതിനായിട്ടൊരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിൽ എന്താ വെച്ചാൽ നമ്മൾ ഇഷ്ടമുള്ളത് എടുക്കാം. എണ്ണ ചൂടാകുന്ന സമയത്ത് ചിക്കൻ പീസ് ഇട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതിൽ മിതമായൊരു മസാലയാണ്, ഓവറായിട്ടുള്ള മസാല ചേർത്തിട്ടല്ല. ഇനി അത് നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ആ ചിക്കൻ ഇട്ടതിന് ശേഷം അടിവശം ഒന്ന് സെറ്റാകുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഒന്നുകൂടി അതൊന്ന് ഒരു 2 മിനിറ്റ് നേരം മുരിഞ്ഞതിന് ശേഷം ഒന്നുകൂടി മരിച്ചിട്ട് ഇത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇതേപോലെ ഒന്ന് എല്ലാ പീസും നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കി ചിക്കനും കൂടി ഞാൻ അതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും പൊരിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇനി അത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആ പൊരിച്ച എണ്ണയിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 വലിയ സവാള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യുക, അത് ചേർത്ത് കൊടുക്കാം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം. ഇനി ഒരു 15ഓളം ചുവന്നുള്ളി കട്ട് ചെയ്ത് നിർബന്ധമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരു 5 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ 1 സ്പൂൺ അളവിൽ ഇഞ്ചി വെള്ളുള്ളി ചതച്ചത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് കണക്കാക്കിയിട്ട് ഇപ്പോൾ ഇതിന് മാത്രം ഈ സവാള റോസ്റ്റിനുള്ളത് മാത്രം ഉപ്പ് ചേർത്തു. ഇനി ഒരു തക്കാളി, വലിയൊരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്തു, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളി ചേർത്തതിന് ശേഷം നമ്മളതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് മെൽട്ടായി വന്നോളും. സവാളയും തക്കാളിയൊക്കെ കറക്റ്റായിട്ടൊന്ന് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 3/4 സ്പൂണ് മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. ഇനി അതിൽ 1/4 സ്പൂൺ ഗരം മസാല കൂടി ചേർത്തു. അപ്പോൾ നമ്മൾ ഈ റോസ്റ്റിനുള്ള മസാല മാത്രം ചേർത്താൽ മതി, സവാളയ്ക്കും തക്കാളിക്കും അനുസരിച്ച്. ഇനി നമ്മൾ അതിലേക്ക് എരിവിന് ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, 3/4 സ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ രണ്ടിൻ്റെ എരിവ് കറക്റ്റായി വരും. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു. ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് ചേർന്ന് വറ്റി വരാൻ ഒന്നുകൂടി വേവാൻ വേണ്ടിയിട്ടാണ്. എന്നതിന് ശേഷം അതിലേക്ക് ആ ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചിക്കൻ പൊരിച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ചില്ലി ചിക്കനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു അല്പം കൂടി ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒരു 2 സ്പൂണ് വെള്ളം. എന്നതിന് ശേഷം ഒന്നുകൂടി നമ്മളൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് 3 മിനിറ്റോളം വെക്കുന്നുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി ആ മസാലയും സവാളയും എല്ലാം കൂടി ആ ചിക്കനിൽ പിടിച്ച് നല്ല സൂപ്പർ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ നോമ്പും പെരുന്നാളൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എണ്ണ പോരാന്നുണ്ടെങ്കിൽ അല്പം കൂടി ഞാനൊരു 1/4 സ്പൂൺ ഓയിൽ കൂടി അതിൽ ചേർത്തു. പിന്നെ ഒരു കൈപ്പിടി മല്ലിയില കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി. ഇപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് സൂപ്പറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഹോട്ടലിൽ പോലും കിട്ടില്ല നമ്മൾക്ക് ഇത്രയും നല്ല ചിക്കൻ റോസ്റ്റ്. അപ്പോൾ അടിപൊളിയായില്ലേ. ഞാനതിന്ന് വേറെ പ്ലേറ്റിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഈ പെരുന്നാളിന് നോമ്പിന് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ നൈസ് പത്തിരിയും ഈ ചിക്കൻ റോസ്റ്റുമാണ്. അപ്പോൾ അടിപൊളി സൂപ്പറായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്